ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ ഡേ 2 ആണ്. അപ്പം ഇന്നത്തെ എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു വ്ളോഗിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പം ഞാനിപ്പം പല്ലൊക്കെ തേച്ച് ഇപ്പം ഇരിക്കുകയാണ്. ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. അപ്പം ഇനി ഞാൻ കുളിക്കാൻ പോവാണ്. ഇപ്പം എല്ലാവരും തന്നെ റെഡിയായിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ടോപ്പ് സ്റ്റേഷൻ, വട്ടവട, കുണ്ടള ഡാം, മാട്ടുപ്പെട്ടി ഡാം ഇവിടെയൊക്കെയാണ് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്. 34 കിലോമീറ്റർ ഉണ്ട് ടോപ്പ് സ്റ്റേഷനിലോട്ട്. പിന്നെ അവിടുന്ന് പോകുന്ന വഴിക്ക് കണ്ട ഒരു വ്യൂ ആണ്. ശരിക്കും ഭൂട്ടാനിലെത്തിയ വൈബായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മളവിടെ നിന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം കൂളിംഗ് ഗ്ലാസ് ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെവിയിൽ വെക്കുന്ന സാധനം ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് മാട്ടുപ്പെട്ടി ഡാമിലൂടെയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ റോസ്റ്റാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് പൈൻ മരങ്ങൾക്കിടയിലാണ്. നമ്മളെ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുള്ളി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് റീലൊക്കെ എടുക്കണം എന്നുണ്ട്, അറിയത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിലാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ചെരുപ്പൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അമ്മയ്ക്ക് ബാഗ് വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ചെവി വെക്കുന്ന സാധനം ഇവിടെ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് എക്കോ പോയിൻറ്റ് ബോട്ടിംഗ് സെൻറ്ററിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിചാരിച്ചു ബോട്ടിങ്ങൊന്നും ചെയ്യേണ്ടെന്ന്. പിന്നെ നമുക്ക് പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ബോട്ടിങ്ങൊക്കെ ചെയ്യണമെന്ന്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫാമിലീൻ്റെ ആയാലും പിന്നെ നമ്മളെ പിള്ളേരെല്ലാവരും കൂടിയിട്ട്. പിന്നെ ആ ഒരു ഫാമിലി, നമ്മുടെ കൂടെ വന്ന ഫാമിലി കയറിയിട്ടുണ്ടായിരുന്നു ഒരു ബോട്ടിൽ. പിന്നെ ഞാനാണ് സൈക്കിൾ ഓടിച്ചിട്ടുണ്ടായിരുന്നത്, ബോട്ടിൻ്റെ സൈക്കിള്. ലോങ് കാലം അതിനെടുക്കുന്നുണ്ട്, ഒരു മെമ്മറി ആവട്ടെ, ഒരു എക്സ്പീരിയൻസ് ആവട്ടെ ഒക്കെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഓടിച്ചതാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ നമ്മൾ ചെറുതായിട്ടൊന്ന് പെട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എത്ര തിരിച്ചിട്ടും ആവാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബോട്ട് സൈക്കിൾ ഓടിക്കുന്ന പോലെ ഉണ്ട്. ബോട്ട് ഓടിക്കുകയാണ്, ഭയങ്കര വേദനയാണ് കാലിനൊക്കെ. അങ്ങോട്ടാ പോകുന്നേ, പെട്ടുപോയി ഗൈസ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കുരങ്ങന്മാരെ ഞാൻ ഒരുമിച്ച് കാണുന്നത്. അവിടുന്ന് ആരൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി പോകുമെന്ന് അറിയില്ല അവരുടെ അടുത്തുനിന്ന് തന്നെ. ഭയങ്കര രസമായിരുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഏത് ഡാമാ? കുണ്ടള ഡാമിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുരങ്ങൻ്റെ ആക്രമണത്തിലൊക്കെ നമ്മൾ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പേടിച്ചു പോയി. ഇപ്പം നമ്മൾ കുണ്ടള ഡാമിലാണുള്ളത്. ഞാൻ ഈ കുണ്ടള ഡാമിൽ വന്ന ഒരു ഓർമ്മ എനിക്കില്ല, വന്നിട്ടുണ്ടോയെന്നും അറിയില്ല, ഒരു ഓർമ്മയില്ല എനിക്ക്. അപ്പം ഈ ഒരു ഡാമിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയാൻ എന്താ വെച്ചാൽ, ഈ ഒരു ഡാമിൻ്റെ ആ വെള്ളത്തിൽ ഒരു കോർണർ ഭാഗത്തിലോട്ട് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഓരോരുത്തരിങ്ങനെ ഡംപ് ചെയ്ത് ഇട്ടതായിരിക്കും. പിന്നെ ഈ ഒരു പുഴയിൽ, ഈ ഡാമിൻ്റെ ആ ഒരു ആ പുഴേൻ്റെ അവിടെ സൈഡിലായിട്ട്, നടുവിലായിട്ട് ഇങ്ങനെ ഒരു പോട്ട് പോലത്തെ ഒരു സാധനം, ഇങ്ങനെ ഒരു പാലം പോലെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോ ഭയങ്കര പേടിയിലാണ് ഞാൻ എടുത്തത്. ഫോൺ താഴെ വീഴുമോ ഇല്ലയോന്ന്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പാലം പോലെ ഇങ്ങനെ ഒരു നേരൊരു വര പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെയാണ് ആ ഒരു ഡാമിൻ്റെ പോകുമ്പോൾ ഉള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. അപ്പം പിന്നെ നമുക്ക് അവിടെ ഒരു പൈൻ ഫോറസ്റ്റിലോട്ടാണ് ഇനി നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം അവിടെ നിന്നും ടിക്കറ്റ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മൾ ആ ഒരു കടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രേസ്ലെറ്റൊക്കെ നോക്കി അത്യാവശ്യം നല്ല. ഫ്രണ്ട്സിന് നമ്മൾ കുണ്ടള ഡാമിലെ പൈൻ ഫോറസ്റ്റിലോട്ടാണ് പോകുന്നത്. അവിടെ അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടും. നമുക്ക് ഫോട്ടോസ് എടുത്ത് തകർക്കണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഞാൻ പോകുന്നത്.
പണ്ടൊന്നും ഇവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഒരാൾക്ക് 10 രൂപയോ അങ്ങനെ എങ്ങാണ്ടും ആണ്. പിന്നെ ഇങ്ങനെ ബോട്ടൊക്കെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെയും. നമ്മൾ അവിടെ കയറിയതുകൊണ്ട് ഇവിടെ കയറാൻ നിന്നില്ല. കുറേ ബോർഡൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഇപ്പോൾ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ നല്ലോണം എൻജോയ് ചെയ്തിട്ട് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. തിമിർക്കായിരുന്നു ഊഞ്ഞാലാടിയിട്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു തട്ടുകട, ഒരു ഹോട്ടൽ അതേപോലെയായിരുന്നു. അവിടെ കയറി ബാക്കി എല്ലാവരും ഊണ് കഴിച്ചു. നമ്മൾ പിള്ളേരെല്ലാം കൂടി നൂഡിൽസാണ് കഴിച്ചത്. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ നൂഡിൽസാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും ഊണ് കഴിച്ചു. പിന്നെ പിള്ളേരെല്ലാവരും നൂഡിൽസാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡാമിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മളിപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുകയാണ്. അപ്പോൾ ഇവിടെ വൻ ഫോട്ടോ എടുപ്പാണ്. നല്ല വ്യൂ ഉണ്ട് പുറത്തോട്ട്, തേയിലത്തോട്ടമൊക്കെ ആയിട്ട്. ഇനി നമ്മൾ ടോപ്പ് സ്റ്റേഷനിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടുന്നൊരു 1 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. എന്നാലേ നമുക്ക് അവിടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ പറ്റുള്ളൂ. നമുക്കിനി നടക്കാം. നമ്മൾ ടോപ്പ് സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കടല വാങ്ങിച്ചു. അത് കഴിച്ചുകൊണ്ട് നമുക്ക് 1 കിലോമീറ്റർ യാത്ര തുടരാം. ഞാനിപ്പം എടുത്തുകൊണ്ടിരുന്ന ആ ഒരു എൻട്രൻസിൽ നിന്ന് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറി നടന്നുകൊണ്ട് ഈ ഒരു ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് 20 രൂപ ചാർജ് ചെയ്യണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടൊക്കെ പണ്ടൊക്കെ താഴോട്ടുള്ള അങ്ങോട്ടൊക്കെ വിടുമായിരുന്നു. ഇതന്നെ ഉള്ളൂ വ്യൂ അവിടെ നിന്ന് നോക്കുമ്പോൾ ആയാലും. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിലാണുള്ളത്. ഇനി നമ്മുടെ കേരളത്തിലോട്ട് നമ്മൾ തമിഴ്നാടാണുള്ളത്. ഇനി നമ്മൾ കേരളത്തിലോട്ട് കടക്കാൻ പോവാണ്. യെസ്, നമ്മൾ കടന്നിരിക്കുന്നു കേരളത്തിലോട്ട്. അടുത്ത ഡെസ്റ്റിനേഷൻ വട്ടവടയിലോട്ടാണ്. അങ്ങോട്ടേക്കാണ് നമ്മളെ പോകുന്നത്. നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റ് വട്ടവടയിലേക്ക് കയറാണ്. വട്ടവടയിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ. അവിടെ നമ്മൾ തിരിച്ച് അവിടെ സ്റ്റേ ആണെങ്കിൽ ഇന്ന് അവിടെ നിൽക്കാം, കുഴപ്പമില്ല. തിരിച്ചു വരുന്ന പ്രശ്നമല്ല. തിരിച്ച് 6 മണിക്കുള്ളിൽ ഈ ചെക്ക് പോസ്റ്റ് കടന്ന് പോകണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് ഗൈസ് നമ്മൾ കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഒരു സ്കെയർ ആവുന്നതായിരുന്നു. നൈറ്റിലാണ് അതിൻ്റെ ഒരു സ്കെയർ ആവുക. പക്ഷേ 6 മണിക്ക് നമുക്ക് ചെക്ക് പോസ്റ്റ് കടക്കണം. പിന്നെ അച്ഛൻ പറഞ്ഞ പോലത്തുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ബ്രൗൺ ആയിട്ടുള്ളൊരു കാർഡ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. ഞാൻ ആ ഭാഗത്തോട്ട് മ്യൂസിക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. എനിക്ക് എൻ്റെ വായിൽ വെള്ളം പറ്റിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഭാഗം എന്ന് പറയുന്നത് മൊത്തം കത്തിയതാണ്, കാട്ടുതീ പിടിച്ചതാണ്.
സ്ട്രോബെറിയുടെയും ഫ്രീ വിസിറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതൊക്കെ സ്ട്രോബെറി ഗൈസ്, ഫുള്ള് കൃഷിയാണ്. ഇവിടെ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് സ്ട്രോബെറിയാണ് ഗൈസ്. ഇതൊന്നും പറിക്കാനൊന്നും പറ്റൂല. സ്ട്രോബെറി നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ ഫോറിൻ കൺട്രീസിലൊക്കെ സ്ട്രോബെറി ഇങ്ങനെ പറിച്ച് കഴിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. ഇതൊരു ഫ്രീ വിസിറ്റാണ്. നമ്മൾ വട്ടവടയ്ക്ക് പോകുന്നത്. ഇത് വട്ടവടയാണ്, പക്ഷെ അതിൻ്റെ പോകുന്നതിൻ്റെ വഴിക്കാണ് കണ്ടത് ഫ്രീ വിസിറ്റ്. ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ തോന്നും, നമുക്ക് പറിക്കാൻ വരെ പറ്റില്ല. ഇല്ല ഇല്ല, തൊടാനൊന്നും നമുക്ക് പറ്റില്ല. രസമുണ്ട് എന്തായാലും. അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുമോ? താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് വഴിയൊന്നുമില്ല. ഇനി ഇവർക്ക് പ്രത്യേകമായിട്ട് വഴിയുണ്ടോയെന്ന് നമുക്കറിയില്ല. നല്ല രസമുണ്ടത് അങ്ങോട്ടൊക്കെ ഫാമാണ് ഫുള്ളായിട്ടും തോന്നുന്നു അല്ലേ? ഓർഗാനിക് വെജിറ്റബിൾസിൻ്റെ ഒക്കെ അങ്ങോട്ടൊക്കെയാണ് വെജിറ്റബിൾസ്. ഇവിടെ ഫുള്ളി സ്ട്രോബെറിയുടെ കൾട്ടിവേഷനാണ്. ഇതിൽ അടിപൊളി. അത് നല്ലൊരു എക്സ്പീരിയൻസാണ്. ഇവിടുന്ന് പാഷൻ ഫ്രൂട്ടും സ്ട്രോബെറിയും വാങ്ങിയിട്ടുണ്ട്. കോവിലൂർ വട്ടവടയിൽ, കോവിലൂറല്ലേ അച്ഛാ? കോവിലൂരിലെത്തിയിട്ടുണ്ട്. ഇതിപ്പം ഇതിലൂടെ ട്രക്കിംഗ് ആണ് ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ നടക്കും. ട്രക്കിംഗ് ഒന്നും വേണ്ട വിചാരിച്ചാണ്. വോമിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. ഇതിലൂടെ കാറുകളൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഇത് തിരിച്ച് കയറ്റാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ കാറെടുക്കാനത്. ശരിക്കും കേരളമാണെങ്കിലും തമിഴന്മാരാണ് കൂടുതലുള്ളത്. അതായത് തമിഴ്നാടിൻ്റെ ആൾക്കാരാണ് ഇവിടെ ഫുള്ളായിട്ടുള്ളത്. നമ്മുടെ കേരളവും തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. അപ്പം ഇവരിങ്ങനെ ഇവിടെയൊക്കെ ജോലി ചെയ്യാൻ വരും. ഇവിടുന്ന് അങ്ങനെ കാർഷികമായ ജോലി ചെയ്ത് ഇവിടെ തന്നെ കുടിയേറുകയാണ് അവർ ചെയ്യുന്നത്. വട്ടവടയിലത്തെ സ്കൂളാണ്. ശരിക്കും പറഞ്ഞാൽ തമിഴിൽ തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഭാഗത്തോട്ട് ഫാം ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പം നമ്മളൊരു പോകുന്ന വഴിക്ക് വന്നിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണിത്, ഒരു ഹോട്ടൽ. അപ്പോൾ ഞാൻ കാപ്പിയാണ്, പിന്നെ ചായയൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സാൻഡ്വിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചായ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ട് 2 ബ്രെഡിൻ്റെ ഉള്ളിൽ, അതും ഫുൾ ബ്രെഡില്ല, ഹാഫ് ബ്രെഡിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ക്യൂക്കമ്പറും ടൊമാറ്റോയും കൂടി ഫില്ല് ചെയ്തിട്ട് തന്നതാണ്. ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഇത് പച്ച ചൊവയായിരുന്നു, ഒന്നും ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ചെക്ക് പോസ്റ്റ് 6 മണിക്ക് അടയ്ക്കും. അപ്പോൾ അതിനുള്ളിൽ നമ്മളവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെത്തിയില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവും, ഈ കാട്ടിനുള്ളിൽ. ഗൈസ് 5 കാട്ടുപോത്തുകളാണ് റോഡുമ്മേ നിൽക്കുന്നത്. നമ്മൾ പെട്ടിരിക്കുകയാണ്. പിന്നെ 2-3 സിംഹവാലൻ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ സൈലൻറ്റ് വാലിയിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പോകുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഇതൊക്കെ. നമ്മളിപ്പോൾ ടീ ഫാക്ടറിയാണ്. ടീ ഫാക്ടറി എന്ന് പറയാൻ പറ്റില്ല, മാട്ടുപ്പെട്ടി ഫാക്ടറിയാണ്. അതിലുള്ള പിക്കിൾസ്, ടീ പൗഡർ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളാണെങ്കിൽ ടീ ഫാക്ടറിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചപ്പോഴത്തേക്കും ലോ ബാറ്ററി ആയിക്കൊണ്ട് ഒരു 2% ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫ്രഷൊക്കെ ആയിട്ടുണ്ട്, റൂമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാളെ ആയിരിക്കും ഞാൻ റൂമിൻ്റെ എല്ലാം
ശേഷം കിടന്നുറങ്ങും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ്